എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഒരു 3D ഫേസ് എന്ന് പറഞ്ഞൊരു മെഷ് ടൂളാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സർക്കുലർ ലാമിന അല്ലെങ്കിൽ സർക്കുലർ സർഫസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. ഇപ്പോൾ 3D ഫേസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3 പോയിൻ്റ് നമുക്ക് പിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്കൊരു 4 പോയിൻ്റ് പിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ലീനിയർ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു എഡ്ജാണ് നമുക്ക് വരുന്നത്. ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു എഡ്ജ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇനി ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു എഡ്ജ് വെച്ചിട്ടുള്ള ഒരു സർഫസ് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഒരു സർക്കുലർ ലാമിനെ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറേ ഷേപ്സ്, അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ്, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ആർക്ക് ഇവിടെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്, ദെൻ ഇവിടെ ഒരു ലൈനും സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ് നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സർഫസ് നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അതായത് ഇവിടെ ഒരു കർവ്ഡാണ്, ഇവിടെ ഒരു ലീനിയർ ഷേപ്പാണ് വരുന്നത്, ഇവിടെ ത്രൂ ഔട്ടായിട്ടൊരു കർവ്ഡായിട്ടുള്ള ഷേപ്പാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് റൂൾഡ് മെഷ് എന്നാണ് നമ്മളതിനെ പറയാം. ഓക്കെ, അല്ലെങ്കിൽ റൂൾഡ് സർഫസ്. അപ്പോൾ അതിൻ്റെ ഒരു പാത്ത് നമുക്ക് വരുന്നത് മോഡലിങ്ങിലാണ്. ഇപ്പോൾ നമ്മളിവിടെ വയ്ക്കുമ്പോൾ തന്നെ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതല്ലെങ്കിൽ നമുക്കിവിടെ ഡ്രോയിൽ പോവാം, മോഡലിങ്ങിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മെഷസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ റൂൾഡ് മെഷ് എന്നാണ് ഈ ഒരു കമാൻഡ് വരുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് റൂൾ സർഫ് എന്ന് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ റൂൾ സർഫ് എന്ന് ടൈപ്പ് ചെയ്യാം, RUL എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എന്നോട് താഴെ വന്നിട്ടുണ്ട് RULESURF റൂൾ സർഫ് എൻ്റർ ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൂൾഡ് സർഫസ് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കർവ്സ് വേണം. ഓക്കെ, ഇപ്പോൾ 2 കർവ്സ് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇനി വേറൊരു സർക്കിൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് വയ്ക്കുകയാണ്. ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ടതിന് ശേഷം മുകളിലേക്ക് കോപ്പി ചെയ്യാന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ഓർത്ത് ഓൺ ചെയ്യണം, എങ്കിലാണ് അത് സെഡ് കാണുള്ളൂ. ഇപ്പോൾ ഓൾറെഡി സെഡ് ആണ്, അവിടെ പ്ലസ് സെഡ് എന്ന് കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു 2 കർവ്സ് ഉണ്ടായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, ദെൻ ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ ഞാനിവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്. ഇത് കോപ്പി എടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലെ പോയിൻറ്റിനെ ഞാൻ എന്ത് ചെയ്യാണ്, സെഡിലേക്ക് ഒന്ന് മൂവ് ചെയ്ത് വയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 1-2 കണ്ടീഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ നമ്മുടെ 2 കർവും ഒന്നുകിൽ ക്ലോസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ 2ഉം ഓപ്പൺ ആയിരിക്കണം. അതല്ലെങ്കിൽ ഒരു ക്ലോസ്ഡും ഒരു പോയിൻ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സർഫസ് നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് റൂൾ സർഫ് ഒന്ന് എടുക്കാം. സോ റൂൾ സർഫ്, ഞാനിവിടെ റൂൾ സർഫ് എടുത്തു, എൻ്റർ ചെയ്തു. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡിഫൈനിങ് കർവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഞാൻ ഈ ഒരു താഴത്തെ ഈ ഒരു സർക്കിൾ സെലക്ട് ചെയ്തു. സെക്കൻഡ് ഞാൻ ഈ മുകളിലത്തെ ഈ ഒരു സർക്കിളും സെലക്ട് ചെയ്തു. കണ്ടോ, ഇപ്പോൾ നമുക്കൊരു സർഫസ് ഇവിടെ മോഡലായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നിങ്ങൾ നോക്കിയാൽ ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് എങ്ങനെയാണ്, ഇത് 1 2 3 4 5 6 ഒരു ഹെക്സഗണൽ അല്ലേ ഒരു ഷേപ്പാണ് നമുക്ക് വന്നിരിക്കുന്നത്, അല്ലാതെ ഒരു കർവ്ഡ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്മൂത്തിങ് പാരാമീറ്റർ ഉണ്ട്. ആ ഒരു പാരാമീറ്റർ നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ്, കറക്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പാരാമീറ്റർ ഉണ്ട്, സർഫ് ടാബ് 1 എന്നാണ് ആ ഒരു പാരാമീറ്റർ വരുന്നത്, SURFTAB1. ഓക്കെ, SURF നമ്മൾ ടൈപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ 2 ടൈപ്പ് പാരാമീറ്റർ ഉണ്ട്, സർഫ് ടാബ് 1ഉം സർഫ് ടാബ് 2ഉം 2 ഡയറക്ഷനിലേക്കുള്ള നമുക്ക് ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്കൊരു ഡയറക്ഷനേ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ സർഫ് ടാബ് 1 ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ഒരു ഡീഫോൾട്ട് വാല്യൂ നിൽക്കുന്നുണ്ടോ, 6 ആണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ 6 എഡ്ജസ് കിട്ടാൻ കാരണം. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മുടെ ഹോമിലൊന്ന് പോയിട്ട് ഇവിടെ നിങ്ങൾ കോൺസെപ്ഷനിൽ മാറ്റി ഇവിടെ 2D വയർ ഫ്രെയിം തന്നെ ആക്കുക. കണ്ടോ, അപ്പോൾ സർഫ് ടാബിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ സർഫ് ടാബ് 1ൽ 6 എന്നതിന് പറയാൻ ഞാനൊരു 50 എൻ്റർ ചെയ്യുന്ന വെച്ചോളൂ. ഇനി നമ്മൾ റൂൾ സർഫ് എടുക്കുകയാണ്. സോ RULSURF. അപ്പോൾ റൂൾ സർഫ് എടുത്തു, എൻ്റർ ചെയ്തു. ഫസ്റ്റ് കർവ് ഞാനിത് സെലക്ട് ചെയ്തു, സെക്കൻഡ് കർവ് സെലക്ട് ചെയ്തു. കണ്ടോ, അപ്പോൾ കുറച്ച് സ്മൂത്തായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ സ്മൂത്തിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒത്തിരി കൂട്ടാം. പക്ഷേ ഒരു പരിധി വിട്ട് നിങ്ങൾ കൂട്ടരുത്. അങ്ങനത്തെ ഒത്തിരി സെഗ്മെൻറ്റ്സ് ഉള്ള ഒത്തിരി ഡ്രോയിങ്സ് വരുമ്പോൾ മേ ബി നിങ്ങളുടെ ആ ഒരു സിസ്റ്റത്തിന് നല്ല റിക്വയർമെൻറ്റോ അല്ലെങ്കിൽ ഗ്രാഫിക്സ് സപ്പോർട്ടോ ഇല്ലെങ്കിൽ മേ ബി ചിലപ്പോൾ ഹാങ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് കിട്ടി. അപ്പോൾ ഇതിൽ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, ആ ഒരു അഡ്ജസ്റ്റ് ശരിക്കും നിങ്ങൾ സൂം ചെയ്ത് നോക്കി കാണാൻ പറ്റും. കണ്ടോ, ഇതൊരു ഇവിടെ ഇത്രയും വരെ ഒരു ലീനിയർ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ ഒരു സർഫസുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വീണ്ടും ഇതിൽ റൂൾ സർഫ് എടുക്കുകയാണ്. സോ റൂൾ സർഫ് RULESURF റൂൾ സർഫ് എടുത്തു. ഇനി ഇതൊരു ഒരു സർക്കുലർ ലാമിനെ ആക്കണമെങ്കിൽ ഇതും സെലക്ട് ചെയ്യാം, ജസ്റ്റ് ഈ ഒരു പോയിൻറ്റും വെക്ക് ചെയ്താൽ മതി. ഇതെന്നെ എനിക്കൊരു കോണാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കണ്ടോ,
ഇത് സെലക്ട് ചെയ്തു, ഇത് കുറച്ച് ഹൈറ്റിൽ നിൽക്കുന്നത് കണ്ടോ, ഇങ്ങനെ. വീണ്ടും ഞാനൊന്ന് സെലക്ട് ചെയ്തു, ഈ ഒരു ലൈനും സെലക്ട് ചെയ്തു, ഈ ഒരു കർവും സെലക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള സർഫസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് റൂൾഡ് സർഫസ് അല്ലെങ്കിൽ റൂൾ സർഫ് അതിൻ്റെ ഷോർട്ട് കീ വരുന്നത്. ഇനി ഞാനിപ്പോൾ ഇവിടെ ഒരു സർക്കിൾ ഇവിടെ സ്കെച്ച് ചെയ്തു. ഇനി അഗെയിൻ ഞാൻ ഇതിൻ്റെ മുകളിലേക്കായിട്ട് എനിക്കൊരു ലൈൻ വേണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ലൈൻ വരച്ചതിന് ശേഷം ഇവിടെ ഈ ഒരു ലൈനിനെ ഞാൻ തൽക്കാലം ഇതിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് ഒന്ന് കോപ്പി ചെയ്തതിന് ശേഷം ഇതിനെ മൂവ് ചെയ്യണം മുകളിലേക്ക്. അപ്പോൾ മിഡ് പോയിൻറ്റ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തു. ഇനി ഈ മിഡിനെ ഞാൻ ആദ്യം ഇതിൻ്റെ സെൻറ്ററിലേക്ക് പ്ലേസ് ചെയ്യണം. അതിനുശേഷം ഞാനിതിനെ Z ഡയറക്ഷനിലേക്ക് ഒന്ന് മൂവ് ചെയ്യണം. സോ മൂവ്. അപ്പോൾ സെറ്റിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഞാൻ F8 ഒന്ന് ഓൺ ചെയ്തു, ഓർത്ത് ഓൺ ചെയ്തു. ഇനി ഞാനിവിടെ റൂൾ സർഫ് എടുക്കുകയാണ്. സോ റൂൾ സർഫ്. ഇനി ഞാൻ ഫസ്റ്റ് ഈ ഒരു സർക്കിൾ ഞാനിവിടെ സെലക്ട് ചെയ്തു, സെക്കൻഡ് ഞാൻ ഇത് സെലക്ട് ചെയ്തു. കണ്ടോ, അപ്പോൾ ഇത് ക്രിയേറ്റ് ആവുന്നില്ല. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് കനോട്ട് മിക്സ് ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ പാസ് എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് നിങ്ങളോട് പറഞ്ഞത്, ഒന്നുകിൽ എന്തായിരിക്കണം, രണ്ടും ക്ലോസ്ഡ് ആയിരിക്കണം നമ്മുടെ പ്രൊഫൈൽസ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലോസ്ഡും പിന്നെ ഒരു പോയിൻ്റും ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള രണ്ട് ഒബ്ജക്ട്സ് നമ്മളിവിടെ കാണിച്ചിരുന്നു. ദാറ്റ് മീൻസ് ഓപ്പൺ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ക്ലോസ് ആയി നിൽക്കണമെന്നില്ല. ഇവിടെ ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാനിങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് മാറിയിട്ട് എനിക്ക് വേണമെങ്കിൽ നേരത്തെ നമ്മൾ ക്ലോസ് ചെയ്ത് വരച്ചതിന് പകരം വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ റൂൾ സർഫ് എടുത്തിട്ടുണ്ടെങ്കിൽ റൂൾ സർഫിൽ വന്നതിന് ശേഷം ഇത് എൻ്റർ ചെയ്യാം. ഫസ്റ്റ് സെലക്ട് ചെയ്യുക, സെക്കൻഡ് സെലക്ട് ചെയ്യുക. കേട്ടോ, അപ്പോൾ നമുക്കിങ്ങനെ സർഫസ് കിട്ടും. ഇനി ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ജസ്റ്റ് ഇതിനെ നീക്കി വയ്ക്കുകയാണ്. ഇവിടെ നമ്മൾ റൂൾ സർഫ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് പിക്ക് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ ഇവിടെ റൂൾ സർഫ് എടുത്ത് എൻ്റർ ചെയ്തു. ഞാൻ നേരത്തെ പിക്ക് ചെയ്ത് ഫസ്റ്റ് ഇവിടെ പിക്ക് ചെയ്ത് സെക്കൻഡ് ഇതേ ഈ എൻഡിന് നിയർ ബൈ ആയിട്ട് പിക്ക് ചെയ്ത്. ഇതിന് പകരം ഞാൻ ഫസ്റ്റ് ഇവിടെ പിക്ക് ചെയ്ത് സെക്കൻഡ് കണ്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റ് എൻഡിന് നിയർ ബൈ ആയിട്ട് പിക്ക് ചെയ്താൽ കണ്ടോ ഇങ്ങനെയായിരിക്കും ക്രിയേറ്റ് ആവുക. അപ്പോൾ നമ്മുടെ ലൈൻസ് പോകുന്ന ആ ഒരു ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ പിക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഇവിടെയാണ് പിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എൻഡിന് നിയർ ആയിട്ട് പിക്ക് ചെയ്യാം. അതല്ല ഇവിടെ പിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എൻഡിന് നിയർ ആയിട്ട് ഇവിടെ പിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മാത്രം മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. സ്മൂത്തിങ് പാരാമീറ്റർ സർഫ് ടാബ് 1 ചേഞ്ച് ചെയ്യുക. ഓക്കെ, ഇനി AutoCAD നമ്മൾ എങ്ങനെയാണ് ഒരു 3D വ്യൂ സെറ്റ് ചെയ്യണേ എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ വീണ്ടും ആദ്യം ഒരു ടോപ്പ് വ്യൂവിൽ സെറ്റ് ചെയ്യുകയാണ്. ഈ ടോപ്പ് വ്യൂവിൽ ഞാൻ ജസ്റ്റ് ഒരു ബോക്സ് ഇവിടെ സ്കെച്ച് ചെയ്യുകയാണ്. ബോക്സ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പിന്നീട് എടുക്കും. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഒരു ബോക്സ് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടോപ്പ് വ്യൂ ആയതുകൊണ്ട് നമുക്കിത് കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഐസോമെട്രിക് ആയതുകൊണ്ടായിരിക്കും കറക്റ്റായിട്ട് നമുക്കിത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും ഇവിടെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിനെ ശരിക്കും XY പ്ലെയിനിൽ നമ്മൾ 225 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഫ്രം XY നമ്മൾ 35.3 ആ ഒരു ഡിഗ്രിയിൽ നമ്മളിതിനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അതിന് നമുക്കൊരു 3D റൊട്ടേറ്റ് എന്നുള്ളൊരു കമാൻഡാണ് നമ്മളതിനെ യൂസ് ചെയ്യുക റൊട്ടേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 3D റൊട്ടേറ്റ് എടുത്തതിന് ശേഷമായിരിക്കണം ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി നമുക്കിവിടെ ഐസോമെട്രിക് ആക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അങ്ങനെ കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാനൊന്ന് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ആംഗിളിൽ ഇതിനൊന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഞാൻ ഈ പറഞ്ഞ 35.3 എന്ന് പറഞ്ഞൊരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു. കണ്ടോ, അപ്പോൾ ഇത് ഇങ്ങനെയാണ് ശരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഷെയ്ഡ് നോക്കി, ഇവിടെ ഞാനൊരു വിഷ്വൽ സ്റ്റൈൽ ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കണ്ടോ 35.-35 കിട്ടണം. അത് ബാക്ക് ആയിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിതിലൊരു 3D വ്യൂ നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ഇല്ല ശരിക്കും. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബോക്സ് ചെയ്യുന്നു. ബോക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോയിട്ട് എന്താ ഹോം വ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ഇത് കണ്ട ആ ഒരു 3D വ്യൂ തന്നെ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആംഗിൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വ്യൂവിൽ പോയാൽ ഇവിടെ നമുക്ക് 3D വ്യൂസിൽ വരാം. ഇവിടെ വ്യൂ പോയിൻറ്റ് പ്രീസെറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ നമുക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. അതെ, ദാറ്റ് മീൻസ് XY പ്ലെയിനിൽ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഫ്രം എക്സ് ആക്സിസ് എത്രയാണ് 225 ആണ്. ഓക്കെ, ഈ ഒരു ആംഗിളിലൂടെ കാണിച്ചിട്ടുണ്ട്. ദെൻ ഫ്രം XY നമ്മൾ 35.3 ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത് 35.3 എന്നുള്ളതിന് പകരം വേണമെങ്കിൽ ഞാനിപ്പോൾ ഒരു 45 ഡിഗ്രി കൊടുത്ത് ജസ്റ്റ് ഓക്കെ പറയാം. അതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി കണ്ടോ ഈ ഒരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ആയിട്ടുണ്ടായിരിക്കും. വീണ്ടും ഞാനത് നോക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഇതിന് പകരം ഞാനിപ്പോൾ ഒരു 75 ഡിഗ്രി കൊടുത്തെന്ന് വെച്ചോളൂ. കണ്ടോ ആ 75 ഡിഗ്രി അത് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ റൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിവിടെ റൊട്ടേറ്റ് ചെയ്യണ ഈ ഒരു റൊട്ടേഷൻ തന്നെയാണ് ശരിക്കും വരുന്നത്. അത് ഒബ്ജക്റ്റ് അതനുസരിച്ച് റൊട്ടേറ്റ് ആവുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, വീണ്ടും നമ്മൾ ഹോമിൽ പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും പഴയ പോലെ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും റൊട്ടേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, വ്യൂവിൽ പോയിട്ട് ഇവിടെ വ്യൂ പോയിൻറ്റ് 3D വ്യൂസിൽ പോയിട്ട് വ്യൂ പോയിൻറ്റ് പ്രീസെറ്റ്സ് ഓക്കെ അതിൽ പോയാലും നമുക്ക് വേണമെങ്കിൽ ഇതിനെ XY പ്ലെയിനിലും
ഇൻ എക്സ് വൈയും ഫ്രം എക്സ് വൈയും നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സെറ്റ് ടു പ്ലാൻ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ പ്ലാൻ വ്യൂ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പ്ലാൻ വ്യൂ അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ ടോപ്പ് വ്യൂ ആക്കിയാലും മതി, ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ ഫ്രണ്ട് വ്യൂ ആക്കിയാലും മതി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളെടുത്ത ഈ ഒരു 2 കാര്യങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ഇതിലൊന്ന് കവർ ചെയ്യുക. അപ്പോൾ ഈ ഒരു സെഷൻ ഞാനവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി.